ഇപ്പോൾ അമേരിക്ക റഷ്യയ്ക്ക് 12 ദിവസത്തെ അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും 100% താരിഫ് നൽകുമെന്നും പറഞ്ഞൊരു വലിയ ഭീഷണി മുഴക്കുകയും തൊട്ടു പിന്നാലെ അന്തർവാഹിനികളൊക്കെ റഷ്യൻ തീരത്തേക്ക് താൻ അയച്ചു എന്ന് ട്രംപ് പറയുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ആ എണ്ണ വാങ്ങൽ തടയുകയാണെങ്കിൽ പുടിൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ആണ് ഇപ്പോൾ ലോകം കരുതുന്നത്. അതിന് പുടിന് ആയുധങ്ങളൊന്നും തന്നെ പ്രയോഗിക്കേണ്ടതായി വരില്ല. കാരണം അതിനുള്ള കാര്യങ്ങളെല്ലാം റഷ്യയുടെ കയ്യിൽ തന്നെയുണ്ട്. 2022 മുതൽ റഷ്യയുടെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 2 ദശലക്ഷം ബാരലാണ് നമ്മൾ വാങ്ങുന്നത്. അതായത് ലോക എണ്ണ വിതരണത്തിന്റെ ഏകദേശം 2% വരും. ഇന്ത്യ മാത്രമല്ല വാങ്ങുന്നത്, തുർക്കി, നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായി തുർക്കി വാങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ ചൈന വാങ്ങുന്നുണ്ട്. 51 രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണയും വാതകവും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഒരു വലിയ പങ്കാളിയാണ്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യമാണ്. അവരുടെ കപ്പലുകളോ പാതകളോ തടയുകയോ ഇല്ലെങ്കിൽ വലിയ പ്രഷർ കൊടുത്ത് ഇന്ത്യയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ശ്രമിച്ചാൽ പുടിൻ വലിയ തിരിച്ചടി തന്നെ നൽകും. അതിനായി അദ്ദേഹം ഉപയോഗിക്കുന്നത് കസാഖിസ്ഥാനിലൂടെ കടന്നു പോകുന്ന CPC എണ്ണ കുഴലുകളുണ്ട്. ആ എണ്ണ കുഴലുകൾ പുടിന് പൂട്ടാൻ കഴിയും എന്ന് JP മോർഗനിലെ വിദഗ്ധർ പറയുന്നു. അങ്ങനെ പൂട്ടുകയാണെങ്കിൽ അമേരിക്കൻ കമ്പനിയായ ഷേവോണും എക്സോൺ, ഈ 2 കമ്പനികളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന വലിയ 2 കമ്പനികൾ. അങ്ങനെയെങ്കിൽ യൂറോപ്പും കടുത്ത പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. ഈ എണ്ണ പൈപ്പ് ലൈനുകളെല്ലാം പൂട്ടുവാൻ റഷ്യയ്ക്ക് എളുപ്പത്തിൽ കഴിയും. കാരണം റഷ്യയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ 51% എണ്ണയും വാതകവും ഒക്കെ വാങ്ങുന്നത്. അതൊരു സുപ്രഭാതത്തിൽ പൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും തിരിച്ചൊരു സമ്മർദ്ദം കൊടുക്കാൻ പുടിന് കഴിയും. അതിന് ആയുധങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ JP മോർഗനിലെ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം തടയാൻ അമേരിക്ക പ്രത്യേകിച്ച് ശ്രമമൊന്നും നടത്തില്ല, ഇല്ലെങ്കിൽ ഷിപ്പ് തടയുകയോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും നടത്തില്ല എന്ന് തന്നെയാണ്. ഈ താരിഫിന്റെ കാര്യവും അത്ര കാര്യമാക്കേണ്ട, സമ്മർദ്ദത്തിന്റെ ഭാഗമായി നടത്തുന്ന ചില പൊടിക്കൈകൾ മാത്രമാണ് അമേരിക്കയുടേതെന്നാണ് ഇന്ത്യയിൽ അടക്കമുള്ള ചില വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.